വെൽക്കം ബാക്ക് ടു ദ സേ ഓഫ് നോളജ്. ഞാൻ റെനു മേട്ടുമാർ. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഒരു സ്മോൾ എമർജൻസി ലൈറ്റ് നിർമ്മിക്കുന്നത്. ഒരു ചെറിയ ക്ലോക്കിനൊക്കെ ഇടുന്ന ടൈപ്പിലെ ബാറ്ററി, അത് റീചാർജബിൾ ആകാം, നോർമൽ യൂസ് ആൻഡ് ത്രോ ബാറ്ററി ആകാം, ഏതായാലും അത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഒരു എമർജൻസി ലൈറ്റ് ഉണ്ടാക്കാം. കുറച്ച് LED ബൾബ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഒരു എമർജൻസി ലൈറ്റ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും, അങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണുന്നതിൻ്റെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് വയറ് വേണം. ഞാനാണ് റിബൺ റോൾ വയറാണ് എടുത്തേക്കുന്നത്. ഒരു സ്വിച്ച് വേണം. ഞാനാണെങ്കിൽ കേടായ ഒരു സ്വിച്ചിൻ്റെ അകത്തെ സ്പ്രിങ് അതിനകത്തുള്ള സ്പാഴ്സാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നോർമലായിട്ടൊരു സ്വിച്ച് യൂസ് ചെയ്യാം. ഞാനിതാണ് യൂസ് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. പിന്നെ ടേപ്പ് വേണം. ചില ബാറ്ററി നമുക്ക് ചുറ്റാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി ടേപ്പ് വേണം. പിന്നെ LED വേണം. സ്ട്രിപ്പ് LED ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോർമൽ LED വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ അത് 4ആയിട്ട് കട്ട് ചെയ്തേക്കുവാണ്. ഫുൾ റോളാണത്. 4ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്താണ്. പിന്നെ നമുക്കൊരു പൈപ്പിൻ്റെ ആയാലും ഒരു ബോട്ടിലിൻ്റെ ആയാലും ഒരു ഇത് വേണം, ചെറിയൊരു പീസ്. അത് ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ബാറ്ററി, 2 ബാറ്ററി വേണം. 1.2 വോൾട്ടിൻ്റെ 2 ബാറ്ററിയാണ്. ഇത് ഞാൻ എടുത്തേക്കുന്നത് റീചാർജബിൾ ബാറ്ററിയാണ്. നിങ്ങൾക്ക് നോർമൽ ബാറ്ററി ആയാലും എടുത്താലും മതി. പിന്നെ ഞാൻ ഇത് ജസ്റ്റ് ഒരു നമ്മൾ മണ്ടയ്ക്ക് ഈ ലൈറ്റിൻ്റെ മണ്ടയ്ക്ക് വെക്കാൻ വേണ്ടി, ഷോയ്ക്ക് വെക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഇതാണ്. ഇത് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനായിട്ടാണ് ഈ LED-യിലുള്ള SMD റെസിസ്റ്റർ ഉണ്ട്, അതെടുത്ത് മാറ്റണം. അത് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇതാണ് എടുത്ത് മാറ്റിയ LED സ്ട്രിപ്പാണ്. അതെടുത്ത് മാറ്റിയിട്ട് ഉള്ളതാണ്. വയർ പീസ് വേണം. എന്നുവെച്ചാൽ ഇത് LED പാരലായിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. അന്നേരം അതിനു വേണ്ടി വേണം. ഇത് LED ലൈറ്റുമായിട്ട് കണക്ട് ചെയ്യാം. ഓരോ LED-യിലും ഓരോ LED-യിൽ ഈ വയറിൻ്റെ കമ്പി വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ഇങ്ങനെ ഓരോ LED-യിലും സോൾഡർ ചെയ്ത് പാരലായിട്ട് വേണം ഇത് കൊടുക്കാൻ വേണ്ടി. എന്നുവെച്ചാൽ നമ്മൾ 2 ബാറ്ററി മാത്രമേ യൂസ് ചെയ്യും. 2.8 വോൾട്ടോളം വരത്തുള്ളൂ 2 ബാറ്ററി. അന്നേരം അത്രയും വോൾട്ടിൽ ഒരു LED മാത്രമേ കത്തുള്ളൂ. ഈ LED സീരിയലായിട്ടാണ് കമ്പനി കൊടുത്തേക്കുന്നത്. നമ്മളിത് പാരലായിട്ടാക്കണം ഫസ്റ്റ്, എങ്കിൽ മാത്രമേ 2 ബാറ്ററിയിൽ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലെ ഇത് 24 വോൾട്ടിൻ്റെ ഇതാണ്, റോളാണ് ഈ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. 12 വോൾട്ടിൻ്റെ കിട്ടും. ഏത് മേടിച്ചാലും അതിൻ്റെ റെസിസ്റ്റർ എടുത്ത് മാറ്റണം. എന്നിട്ട് ഇതുപോലെ പാരലായിട്ട് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്തതാണ്. ഇതുപോലെ 4 LED റോളിൻ്റെ 4 LED-യും ചെയ്തെടുക്കണം. and ഇതാണ് 4 എണ്ണം ഞാൻ ചെയ്തതാണ്. ഇപ്പം 4 ചെയ്തു. ഓക്കെ, നമുക്കിനി ഇതുമായിട്ട് അത് ഒട്ടിക്കാം. ഞാൻ സൂപ്പർ ഗ്ലൂവിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. സൂപ്പർ ഗ്ലൂവും വേണം. ഇതിലുമായിട്ട് ഒട്ടിക്കാൻ വേണ്ടി സൂപ്പർ ഗ്ലൂ വേണം. സൂപ്പർ ഗ്ലൂവോ ഏതെങ്കിലും ഒരു ഗ്ലൂ മതി. ഇതുമായിട്ട് നമുക്ക് ഒട്ടിക്കണം. ഗ്ലൂ വെച്ചിട്ട് ഈ ബോട്ടിലോട്ട് വെച്ച് ഒട്ടിക്കണം.
നാലോ അതിൽ കൂടുതലോ LED നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് 4 ലെങ്ത് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നുവെച്ചാൽ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട്. അതിൽ കൂടുതൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഇത് ഒട്ടിച്ച് കഴിഞ്ഞു, റെഡിയായി. ഇനി നമുക്കിതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ടെർമിനലുകൾ തമ്മിലുള്ള ഇത് കണക്ട് ചെയ്യണം. ഓരോ 4ൻ്റെയും നെഗറ്റീവുമായിട്ടും പോസിറ്റീവുമായിട്ടും കണക്ട് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ബാറ്ററി കൊടുക്കാൻ. പോസിറ്റീവ് നെഗറ്റീവായിട്ട് തന്നെ കൊടുക്കണം. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ്. നെഗറ്റീവ് ഏതെങ്കിലും ഒരെണ്ണം താഴ്ത്തിയും ഒരെണ്ണം കിളത്തിയും വേണം വെക്കാൻ. എന്ന് വെച്ചാൽ രണ്ടും കൂടെ ഷോർട്ടായിട്ട് ഫയറാവും. അതിനാൽ ഒരെണ്ണം കുപ്പിക്കകത്തോട്ട് പൈപ്പിനകത്തോട്ട് ഇറക്കി ഒരെണ്ണം പൈപ്പിന് നിരപ്പായിട്ടും വെച്ചാൽ മതി. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നോക്കി ചെയ്താൽ മതി. എന്നിട്ടെല്ലാം വെച്ച് സോൾവ് ചെയ്യുക. അതിനുശേഷം ബാറ്ററി ഇതിനുള്ളിലാണ് ഞാൻ സ്റ്റിക്ക് ഒട്ടിച്ച് വെക്കുന്നത്. എന്നുവെച്ചാൽ ഈ ബോട്ടിലിനുള്ളിൽ തന്നെ എല്ലാം വരും. അത് സോൾവ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആ വയർ പീസുകൾ ആവശ്യമായ വയറുകൾ ഇതുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. എല്ലാം സോൾവ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വയർ കണക്ട് ചെയ്ത് ബാറ്ററി ഉള്ളിൽ ഫിക്സ് ചെയ്യാം. രണ്ട് ബാറ്ററി നമുക്ക് പാരലായിട്ട് കൊടുത്തിട്ട് ആവശ്യ വയറും കൊടുത്ത് ഇത് ഫിക്സ് ചെയ്യണം. ആദ്യം ഇത് ടേപ്പ് ചുറ്റണം. എന്നുവെച്ചാൽ ഇത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവും. അതിനാണ് ടേപ്പ് ചുറ്റാം. ടേപ്പ് ചുറ്റിയതിന് ശേഷം നമുക്ക് ഈ ബോട്ടിലിനുള്ളിലേക്ക് വെച്ച് ഒട്ടിക്കാം. ഞാനിപ്പോൾ അതിന് ബോട്ടിലിനുള്ളിൽ വെച്ച് ഒട്ടിച്ചു. ഇപ്പം വയറെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് സ്വിച്ച് ഒന്ന് ഇതുമായിട്ട് ഫിക്സ് ചെയ്യാം. ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഒരു ലൈനിൽ നിന്ന് LED ഒരു പോസിറ്റീവോ നെഗറ്റീവോ ഏതെങ്കിലും ഒരു ലൈനിൽ നിന്ന് ഒരു ലൈന് ഈ സ്വിച്ചിന് അടിയിലോട്ട് കൊടുത്തു. എന്നിട്ടൊരു ബാറ്ററിയിൽ നിന്നൊരു ലൈൻ എടുത്ത് ഈ സ്വിച്ചിലോട്ടും ജസ്റ്റ് ഞാൻ കൊടുത്തു. നമ്മളിപ്പോൾ റെഡിയാക്കിയ LED ആണ്. ഇപ്പം നമ്മൾ റെഡിയാക്കിയ എമർജൻസി ലൈറ്റാണ്. അത്യാവശ്യ യൂസിന് വേണ്ടി നമുക്ക് ഇത് മതി. നമ്മളൊരു ചെറിയൊരു റൂമിലായാലും അല്ലെങ്കിൽ ചെറിയ റൂമിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ലൈറ്റ് മതി. സിമ്പിളായിട്ട് നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. അത് കടയിൽ നിന്ന് പോയിട്ട് ഒരു എമർജൻസി ലൈറ്റ് മേടിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടല്ലോ, ബാറ്ററി ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 2 ബാറ്ററി ഉള്ളതുകൊണ്ട് കൊച്ചു പിള്ളേർ പിടിച്ചിട്ട് കറണ്ട് അടിക്കുമോ എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിക്കുകയും വേണ്ട. അത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയതുകൊണ്ട് കൊച്ചു പിള്ളേർ തൊട്ടാലും പിടിച്ചാലും ഒന്നും പറ്റത്തില്ല. ഇതിന് മണ്ട ക്ലോസ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. മണ്ടയും അടിഭാഗം ക്ലോസ് ചെയ്യണമെങ്കിൽ അതും പറ്റും. എന്തെങ്കിലും വെച്ച് ക്ലോസ് ചെയ്താൽ മതി. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. സ്വിച്ച് സിമ്പിളായിട്ടാണ് സ്വിച്ചും കൊടുത്തേക്കുന്നത്. പോസിറ്റീവ് ടെർമിനലിനോട്ട് സ്വിച്ച് കണക്ട് ചെയ്തേക്കാണ്. നല്ല വെട്ടമുണ്ട്. ഇതിൽ കൂടുതൽ LED കൊടുത്താൽ ഇനിയും വെട്ടം കിട്ടും. സിമ്പിൾ സ്വിച്ചും ഫിക്സ് ചെയ്തിട്ടുണ്ട്. 2 ബാറ്ററി ഉള്ളൂ.
ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായി കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.